قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العلي العظيم. فكالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم ولمومة سيدنا مولانا محمد. കർമ്മക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും സർവാധിനാഥനായ റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ അള്ളാഹുവിന്റെ റിളയിലായി അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഈമാനോട് മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ലോകത്ത് വിപ്ലവത്തിന്റെ പടപ്പാട്ടുപാടി മാറ്റത്തിന്റെ കാഹളം മുഴക്കിയ മുസ്ലിം ലോകത്തിന്റെ കണ്ണിലുണ്ണിയും ആത്മീയാചാര്യനുമായ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ ജന്മദിനം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും അവദാനങ്ങളും പ്രകീർത്തനങ്ങളും എല്ലാം പാടി പുകഴ്ത്തുമ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സ്ഥാനം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം മങ്കൂസ് മൗലിദ് ഉണ്ടാക്കുന്ന സമയത്ത് മഹാനവരനെ വെറുതെ അങ്ങ് ഉണ്ടാക്കിയതല്ല. വിശുദ്ധമായ ഖുർആനും ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അതുപോലെ മഹാത്മാക്കളായ ഇമാമിങ്ങളുടെ വലിയ വലിയ കിതാബിന്റെ ഉദ്ധരണികളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് അവിടുന്ന് മങ്കൂസ് മൗലിദ് രചിക്കുന്നത്. അതിൽ മഹാനവരനെ പറയുന്നുണ്ട്: ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അല്ലാഹു തആല ആദ്യമായി പടച്ചിട്ടുള്ളത് മഹാനായ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയായിരുന്നു, അവിടുത്തെ പ്രകാശത്തെയായിരുന്നു. ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഗ്രന്ഥമായ മിഷ്കാത്ത്, അതിന്റെ ശറഹ് മിർകാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥം, അതിൽ കാണാം മുല്ല അലിയുൽ ഖാരി മഹാനവറുകൾ അതിന്റെ 1-ാം വാള്യത്തിൽ 269ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം: വൽ അവ്വലുൽ ഹഖീഖിയു ഹുവ നൂറുൽ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് പടച്ചിട്ടുള്ളത് അത് ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ നൂറാണ്. അൽ മദ്ഖൽ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ 2-ാം വാള്യം 28ാമത്തെ പേജിൽ കാണാം: ഇന്ന അവ്വല മാ ഖുലിക നൂറു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം فأقبل ذلك النور يتردد ويسجد بين يدي الله عز وجل. ആദ്യമായി അല്ലാഹു പടച്ചത് കലമിനെയല്ല, ആദ്യമായി അല്ലാഹു പടച്ചത് ലൗഹിനെയല്ല,
ആദ്യമായി അല്ലാഹു പടച്ചത് വെള്ളത്തെയല്ല, അതൊക്കെ ഇതിന് ശേഷമാണ്. ഹദീസുകളിൽ മറ്റു സൃഷ്ടികളുടെ കാര്യമാണ് പറയുന്നത്. ആദ്യമായി വെള്ളത്തെ പടച്ചു എന്ന് ഹദീസിൽ കാണാം, ആദ്യമായി കലമിനെ പടച്ചു എന്ന് കാണാം. പക്ഷേ അതിനേക്കാളെല്ലാം മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെയായിരുന്നു. ആ നൂർ വയസ്ജുദു ബൈന യദൈല്ലാഹി അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സാഷ്ടാംഗം ചെയ്യുന്ന രൂപത്തിലായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് എന്ന് കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ മുവാഹിബുൽ ദുനിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതിന്റെ 48ാമത്തെ പേജിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ പടച്ചതിന് ശേഷമാണ് അല്ലാഹു തആല നരകവും മലക്കുകളെയും ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, ജിബ്രീലേ, നിങ്ങളുടെ വയസ്സ് എത്രയാണ്? നിങ്ങളുടെ വയസ്സ് എത്രയാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബി, എനിക്കറിയില്ല, കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ 4ാം ആകാശത്തിൽ 70,000 വർഷം കൂടുന്ന സമയത്ത് ഒരു നക്ഷത്രത്തെ ഞാൻ കാണാറുണ്ട്. ആ നക്ഷത്രം 70,000 തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ആസ്ട്രോണമിയെ പറ്റിയിട്ട് പഠിച്ചവരാണ് നമ്മള്. അതുപോലെ പ്രാപഞ്ചിക രഹസ്യങ്ങളെ പറ്റിയിട്ട് അറിവുള്ളവരാണ് ഈ AI യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒരുപാട് പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തെ പറ്റിയിട്ട് ശാസ്ത്രജ്ഞന്മാര് പണ്ട് പറഞ്ഞതല്ല എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിനെ പറ്റിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ശാസ്ത്രലോകം നമ്മോട് പറയുമ്പോ എത്രയോ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രപഞ്ചം ഇവിടെയുണ്ട് എന്ന് ശാസ്ത്രലോകം പറഞ്ഞു തരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, 70,000 വർഷം കൂടുമ്പോ ഉദിക്കുന്ന നക്ഷത്രം ആ 4ാം ആകാശത്തിൽ വെച്ചുകൊണ്ട് 70,000 തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ സയ്യിദുൽ കായിനാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ ജിബ്രീൽ, ജിബ്രീലേ, എന്റെ റബ്ബിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, ആ നക്ഷത്രം ഞാനായിരുന്നു. അതാണ് മഹാനായ സയ്യിദുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് പറഞ്ഞത്, വഅൗജസ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസല്ലാഹു മുഹമ്മദാ. ആദ്യമായി അല്ലാഹു പടച്ചത് മുത്തുനബിയുടെ നൂറിനെയാണ്, പിന്നീട് അതിന് മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവൻ എന്ന് നാമകരണം ചെയ്തു. മഹാനായ ഇമാമിങ്ങളെല്ലാം ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, കിതാബുകളിൽ കാണാം. അല്ലാമ ഇസ്മായിലുൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിന്റെ 3ാം വാള്യം 543ാമത്തെ പേജിൽ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ സീറത്തുൽ ഹലബിയയുടെ 1ാം വാള്യം 30ാമത്തെ പേജിലും കാണാവുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, അങ്ങെന്നാണ് പടക്കപ്പെട്ടത്? അപ്പോഴും പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതും ഇതേ ഉത്തരം തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവർണ്ണനീയമാണ്, വർണ്ണിക്കാൻ കഴിയാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രത്യേകതകൾ ചരിത്രകാരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശകലത്തെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ബുഇസ്തു ലിഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവത്തെ പഠിപ്പിക്കുവാൻ, ഏറ്റവും നല്ല മാതൃക ഈ ലോകത്ത് പഠിപ്പിക്കുവാനാണ് ഹബീബായ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പടച്ചയച്ചിട്ടുള്ളത്.
ആ നബി തങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കവികൾ അള്ളാഹുവിന്റെ റസൂലിനെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. എത്രയോ ചരിത്രകാരന്മാർ ചിരപ്രവൃദ്ധമാൻ തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശ്വരൻ നിയോഗിച്ച സൂര്യൻ, കേരളക്കരയിൽ തന്നെ അറിയപ്പെട്ട കുമാരനാശാനെ പോലെയുള്ള, ഉള്ളൂർ പരമേശ്വരനെ പോലെയുള്ള വലിയ വലിയ കവിതകൾ എത്രയാണ് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹ് എന്ന് പറയുന്ന ഒരു കവിത, അതിൽ പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മാത്രമാണ്. അതുപോലെ തന്നെ ജാതകം തിരുത്തി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കവിത കാണാവുന്നതാണ്. അതുപോലെ തന്നെ പാംസസ്നാനം എന്ന് പറയുന്നത്, ഈ 3 കവിതകളിലുമൊക്കെ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ അല്ലാഹ് എന്ന കവിതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിക്കുന്നത് ദിവി നിർത്തപ്പെട്ട പുരാണ സൂര്യനാൽ വിഹിതമാം പതിതപിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനോടാണ് ഉപമിക്കുന്നത്. ഖുർആൻ പറഞ്ഞതും അത് തന്നെയല്ലേ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ ലോകത്തിന്റെ മുഴുവൻ ഷാഹിദായിട്ട് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു തആല അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ഒരുപാട് റബ്ബ് തആല പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറേ മുജസ്സം എന്നൊക്കെ ചരിത്ര പണ്ഡിതന്മാർ വിശേഷിച്ചതായി കാണാവുന്നതാണ്. മഹാനായ അല്ലാമ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ സൂറത്തുൽ നജ്മിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഒരുപാട് ഇങ്ങനെ ഉപമിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രൻ മാറി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രകാശോന്മുഖമായ സുന്ദരമായ വദനത്തിന്റെ ഉടമയായിരുന്ന, സൗകുമാര്യതയുള്ള ഉദാത്ത വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായ സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതം പ്രിയപ്പെട്ടവരെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുബശ്ശിറാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞത്, അലിയെ, ശത്രുക്കളോട് പോലും നീ നല്ല നിലയിൽ പെരുമാറണമെന്ന്, മുയസ്സിറാകണമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. മുഅസ്സിറാകരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ജനങ്ങളോട് എളുപ്പം കാണിക്കുന്ന ആളാകണം, അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട മഹ്മൂദുൽ ഗസ്നവി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, രാജ്യം ഭരിച്ചിരുന്ന ആളായിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാമികമായി നല്ല അറിവുള്ള ആളായിരുന്നു മഹ്മൂദുൽ ഗസ്നവി. അദ്ദേഹം അബുൽ ഹസൻ ഖർഖാവി എന്ന് പറയുന്ന വലിയൊരു മഹാത്മാവിനെ കാണാൻ വേണ്ടി എത്തിച്ചെന്നു. എന്നിട്ട് ആ മഹാത്മാവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഉപദേശങ്ങൾ ഇങ്ങനെ സ്വീകരിച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ആളുകൾ ഇങ്ങനെ ചെല്ലുന്നു, അവരെല്ലാവരും മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നു, ആ മഹാനുഭാവന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു, പിന്നെ അവരെല്ലാവരും തഖ്വയുള്ള ആളുകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് മഹ്മൂദുൽ ഗസ്നവി എന്ന് പറയുന്ന രാജാവ്, ഭരണാധികാരി അബുൽ ഹസനുൽ ഖർഖാവി എന്ന് പറയുന്ന മഹാത്മാവിനോട് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ ഒന്ന് കണ്ടാ മതി, അദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാ മതി. അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ മുഖം ഇങ്ങനെ പ്രകാശോന്മുഖമായിരിക്കും. മഹാത്മാക്കളെ കാണുമ്പോ തന്നെ ഈമാനിന്റെ ചൈതന്യം അവരുടെ മുഖത്തുണ്ടാകുമായിരുന്നു. മാത്രമല്ല ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അവരിലൂടെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമായിരുന്നു. അബൂ യസീദുൽ ബിസ്താമിയുടെ അടുക്കൽ ചെല്ലുമ്പോ തന്നെ
അദ്ദേഹത്തിനെ കണ്ടാ മതി, അപ്പോഴേക്ക് ആളുകളുടെ ഹൃദയത്തിലേക്ക് ആ നൂറങ്ങ് ലഭിക്കും. അതുകൊണ്ടാണ് അവര് ഇസ്ലാം സ്വീകരിക്കുന്നത്, അവര് നന്നാകുന്നത് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, മഹാനായ മഹ്മൂദുൽ ഗസ്നവി എന്ന് പറയുന്ന രാജാവ് ഈ അബുൽ ഹസനുൽ ഖർഖാവിയോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആളല്ലേ അബൂജഹല്, പിന്നെ അബൂജഹല് എന്തുകൊണ്ട് മുസ്ലിമായില്ല? അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനായിരുന്നല്ലോ, എന്നിട്ട് പോലും എന്തുകൊണ്ട് അബൂജഹൽ മുസ്ലിമായില്ല എന്ന് ചോദിച്ച സമയത്ത് മഹ്മൂദ് ഗസ്നവിയോട് അബുൽ ഹസനുൽ ഖർഖാവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റആ മുഹമ്മദ് റസൂലുള്ളാഹ്, അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടത്, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി നബി തങ്ങളെ കണ്ടത് വെറും ഒരു അബ്ദുള്ളയുടെ മകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. വലാകിൻ റആഹു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ്, അബ്ദുള്ളയുടെ മകനായിട്ടാണ് റസൂലുള്ളാഹിനെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം കണ്ടത് മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായിട്ടല്ല കണ്ടത്, അള്ളാഹുവിന്റെ റസൂലായിട്ട് കണ്ടവരാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂജഹലിന് സത്യമൊക്കെ ബോധ്യപ്പെട്ടിരുന്നു, പക്ഷെ അഹങ്കാരം സമ്മതിച്ചില്ല. അങ്ങനെ അബൂജഹൽ നിഷേധിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാത്തമായ വ്യക്തിപ്രഭാവം അത് കണ്ടുകൊണ്ട് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. സുറാഖത്ത് ഇബ്നു മാലിക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി വന്നയാളാണ്. തലയെടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുത്താൽ 100 ഒട്ടകങ്ങൾ, അതുപോലെ മദീനയിലെ ഏറ്റവും മക്കയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണ്, എന്തെല്ലാം വേണോ അതെല്ലാം ഒരുപാട് അഭിജാത്യത്തോടെ പൗടിത്വത്തോടു കൂടി ലോകത്ത് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോ സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മനുഷ്യൻ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി വന്നതാണ്. വിധങ്ങളുടെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് കുതിര മണ്ണിലേക്ക് പുഴുതു പോവുകയാണ്. വീണ്ടും അദ്ദേഹം ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടു. വളരെ സൗമ്യതയോടുകൂടി തന്നെ കൊല്ലാൻ വന്ന ശത്രുവിന്റെ നേരെ പോലും കാരുണ്യത്തോടുകൂടി പെരുമാറിയ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സുറാഖയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഏ സുറാഖ, കൈഫ ലബിസ്ത ബിക കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റ ഭരിക്കുന്ന കൈസർ രാജാവിന്റെ കയ്യിലുള്ള വളകൾ നിന്റെ കയ്യിൽ അടിയുന്നതിനാൽ കാണുന്നു എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിക്കുകയാണ്. അതിനുശേഷം നാളുകൾ കഴിഞ്ഞു. സുറാഖ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ആ കാലഘട്ടം വന്ന സമയത്ത് സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മനുഷ്യനെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു. കിസ്റയുടെ രാജാവിന്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വളകൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സുറാഖയുടെ കയ്യിലേക്ക് അണിയിക്കുകയാണ്. ഇർഫഅ യദൈക യാ സുറാഖ, സുറാഖ നിന്റെ കൈയൊന്ന് പൊക്കൂ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങണിയിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവചനം പുലർന്നു എന്ന് മാത്രമല്ല, സുറാഖയോടുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനം അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആയത്താണ് സൂറത്തു തൗബയിലെ 28ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ മുശ്രികൂന നജസുൻ, തീർച്ചയായും മുശ്രിക്കീങ്ങളായ ആളുകൾ നജിസാണ്, അശുദ്ധിയാണ്. ഈ ആയത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പല കളികളും കളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് മുസ്ലിമീങ്ങളായ ആളുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അതിൽ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ, തീർച്ചയായും ബഹുദൈവാരാധികൾ അവർ അശുദ്ധർ തന്നെയാണ്.
എന്ന് പറയുന്നുണ്ട്. എന്തിനെ സംബന്ധിച്ചാ അവിടെ പറയുന്നത്? പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ മക്കത്തെ കഅബാലയത്തിന്റെ സമീപത്ത് വന്നുകൊണ്ട് ബിംബങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആരാധന നടത്തുന്നവരായിരുന്നു അവര്. നഗ്നരായിട്ട് ആ പരിശുദ്ധമായ ആ അള്ളാഹുവിന്റെ ഭവനത്തെ സാഷ്ടാംഗ അതിനെ ചുറ്റും നടക്കുന്നവരായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ അതിനെ വിരോധിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ അശുദ്ധമാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരെ കാണാൻ പാടില്ല, അവരെ തൊടാൻ പാടില്ല, ഇതൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. സൂറത്തു തൗബയിലെ 28-ാമത്തെ ആയത്ത്. അതിന് ശേഷം പറയുന്നുണ്ട് ഫലാ യഖറബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. അതുകൊണ്ട് ഈ വർഷത്തിന് ശേഷം അവര് വിശ്വാസികളാവാതെ ആ പള്ളിയിലേക്ക് കയറരുതെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹി ثم അബ്ലിഹു മഅമന ذلك ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. നിങ്ങളുടെ അടുക്കലേക്ക് അവിശ്വാസിയായ ഒരു മനുഷ്യൻ അഭയം തേടി വന്നു. എന്നാൽ അയാളോട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിക്കണം. ശത്രുക്കളായ ആളുകള് റസൂലുള്ളാഹി തങ്ങളെയും അനുചരന്മാരെയും നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച മുസ്ലിമീങ്ങളായ ആളുകളെ കൊലപ്പെടുത്തിയ വിഗ്രഹാരാധന നടത്തുന്നവരായ ആളുകൾ, അവരോടുള്ള സമീപനമാണ് പറയുന്നത്. ഹത്താ യസ്മഅ കലാമല്ലാഹി ثم അബ്ലിഹു മഅമന. അവര് നിങ്ങളുടെ അടുക്കല് അഭയം തേടിയാൽ നിങ്ങൾ അവർക്ക് അഭയം കൊടുക്കുക. അള്ളാഹുവിന്റെ വചനങ്ങൾ നിങ്ങൾ ഓതിക്കേൽപ്പിക്കുക. അവർക്ക് സത്യം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഹത്താ യസ്മഅ കലാമല്ലാഹി ثم അബ്ലിഹു മഅമന. അവര് അഭയസ്ഥാനം ചോദിക്കുമ്പോ ആ അഭയസ്ഥാനത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയി ആക്കണം. കാശ്മീരില് പാവപ്പെട്ടവരായ സഹോദര മതസ്ഥരായ ആളുകളെ കൊല ചെയ്ത ആളുകൾ അവർ ഇസ്ലാമിസ്റ്റുകളാണെന്ന് പറയുന്നു. എന്ത് ഇസ്ലാമാണ് സഹോദരങ്ങളെ? ഇതാണോ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്? ഇതാണോ റസൂലുള്ള പഠിപ്പിച്ചത്? അഭയം തേടിയിട്ട പാവങ്ങളായ ആളുകൾ ഞങ്ങളെ കൊല്ലരുതേ എന്ന് പറഞ്ഞിട്ട് കേണപേക്ഷിച്ചിട്ട് പോലും തീവ്രവാദികളായ ടെററിസ്റ്റുകളായ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന താന്തോണികളായ ആളുകൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയെങ്കിൽ വിശുദ്ധ ഖുർആനെതിരല്ലേ അവര് ചെയ്തത്? ഒരു അമുസ്ലിമായ ആള് വന്നിട്ട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഭയം കൊടുക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അല്ലാമ ദമശ്ശരി റളിയല്ലാഹു അൻഹു കശാഫിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ 2-ാം വാള്യം 248-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോടിയിട്ട് വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ. നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. അങ്ങനെ വിളിക്കുമ്പോഴാണ് തിരിച്ചവരും വിളിക്കുന്നത്. ഓരോ ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല നന്നാക്കി കൊടുത്തിരിക്കുകയാണ് അവരുടെ ഇടയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ, നമുക്ക് നമ്മുടെ ദീൻ, അവർക്ക് അവരുടെ ദീൻ. അതാണ് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല ആളുകളും മതേതരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നബിദിനം വരാണ്, നബിദിന പരിപാടി, ഓണത്തിന്റെ പരിപാടി. ഇത്തവണ നബിദിന റാലിക്കൊക്കെ എത്ര മാവേലിമാരുണ്ടാവുക കണ്ടറിയണം. കാരണം നമ്മുടെ ഇടയിലൊക്കെ ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതത്തിന്റെ ആചാരങ്ങളെ പൂർണ്ണമായും പിന്തുടർന്നുകൊണ്ടല്ല നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. മറിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടുകൂടി അവരോട് പെരുമാറുക. അതോടൊപ്പം തന്നെ അവരുടെ മതത്തിന്റെ ആശയങ്ങളുമായി, ആദർശങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി അവർ മുന്നിട്ടിറങ്ങുമ്പോ നമ്മളത് പിന്തുടർന്നു കഴിഞ്ഞാൽ ആരാണത് പിന്തുടരുന്നത് അവര് അതിൽപ്പെട്ടവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ പറഞ്ഞു. ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്. ആ കാലം വരുന്ന സമയത്ത് ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പ് വാറിനോട് ഇങ്ങനെ അടുത്തതുപോലെ
മറ്റുള്ള ആളുകളുടെ ആചാരങ്ങളെ എൻ്റെ ഉമ്മത്ത് കടമെടുക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓണവും നബിദിനമൊക്കെ വരുമ്പോൾ നമ്മൾ നബിദിനവുമായിട്ട് ഇറങ്ങുക. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ സന്തോഷങ്ങൾ പങ്കെടുക്കുക. ഇത് ചെയ്യുക. ഇപ്പോൾ പല സ്ഥലത്തും പട്ടാളത്തിന്റെ പരേഡ് നടക്കുന്നത് പോലെയാണ് നബിദിന റാലികൾ നടത്തുന്നത്. മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു തീവ്രവാദികൾ ഇവര് തന്നെയാണ് ബദറിൽ കേട്ടൊരു ശബ്ദം ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ പേടിപ്പിച്ച അതൊന്നും അല്ലടോ അവർക്ക് തോന്നുമ്പോ തന്നെ ആ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു മഹബത്ത് അങ്ങ് തോന്നണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ നബിദിന റാലികളും അതുപോലെയുള്ള നബിദിന പരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെ. പല ആളുകളും എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാണുന്നത്. അതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ബസ്സിലൊക്കെ പോണ ആളെ നേർക്ക് ഇട്ട് കൊടുക്കുക. കോതമംഗലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. വലിയ പ്രശ്നത്തിലേക്ക് വന്നതാണ്. അത് സോൾവ് ആക്കിയതാ. ഒരു നബിദിന റാലിയുടെ ഇടയ്ക്ക് ഒരുത്തന്നെ എടുത്തിട്ട് ലഡു ബസ്സിൽ പോകുന്ന ആളുകളുടെ നേരെ വന്നു. അപ്പൊ ഒരു കന്യാസ്ത്രീ, ഒരു സിസ്റ്റർ അതിലുണ്ടായിരുന്നു. അവരുടെ മുഖത്ത് പോയിട്ട് ആ ലഡു പോയിട്ട് വീണു എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. മത സൗഹാർദ്ദവും സ്നേഹവും സഹിഷ്ണുതയും പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അത് മറ്റുള്ളവർക്ക് അരോചകമാകുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് പ്രയാസകരമാകുന്ന രൂപത്തിൽ ഒരിക്കലും തന്നെ നമ്മൾ നടത്തരുത്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതുപോലെ നബിതങ്ങൾ വിരോധിച്ചിട്ടുള്ള രൂപത്തിലുള്ള ഡാൻസും മറ്റ് പരിപാടികളൊക്കെ നബിദിനത്തിൽ നടക്കരുത്. പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കുക. പല നബിദിന പരിപാടികളിലൊക്കെ പാട്ടുകളും കൂത്തുകളൊക്കെ നൽകും. ആരെങ്കിലും ഒക്കെ വന്നിട്ട് അങ്ങോട്ട് പാടും. സിനിമാ പാട്ട് പാടാം. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ പരിപാടികളെ സിനിമാ പാട്ട് പാടാം. ഉസ്താദുമാരൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ചിട്ട് അതിനൊന്നും നമ്മൾ അവസരം കൊടുക്കരുത്. വളരെയധികം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ, നബിതങ്ങൾ വെറുക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബിതങ്ങളോടുള്ള മഹബത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഹലാലായ മഖ്സൂദുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല